ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിട്ടുള്ള വാഗനറാണ്. ഈ ഒരു വാഗനർ BS6 വണ്ടിയാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ BS6 വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി. അപ്പോൾ ഈ ഒരു വാഗനറിൽ രണ്ട് എഞ്ചിൻ വേരിയൻസ് അവൈലബിൾ ആണ്. 1 ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ 1.2 ലിറ്റർ എഞ്ചിനും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇന്നുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ ഓട്ടോമാറ്റിക് ZXi വേരിയൻ്റ് ആണ്. അതായത് വാഗനറിൽ തന്നെ ഏറ്റവും ഉയർന്ന വേരിയൻ്റ് ആയിട്ടുള്ള ZXi എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ മോട്ടോ ഗീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വാഗനറിൽ രണ്ട് എഞ്ചിൻ വേരിയൻസ് അവൈലബിൾ ആണെന്നുള്ളത്. അതായത് 1 ലിറ്ററും അതുപോലെ തന്നെ 1.2 ലിറ്റർ എഞ്ചിനും നമുക്ക് വാഗനറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഗനറിൽ നമുക്ക് 1 ലിറ്റർ ആണെങ്കിലും 1.2 ലിറ്റർ ആണെങ്കിലും ഡിസൈനിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടില്ല. രണ്ടും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്, വാഗനർ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വാഗനറിൻ്റെ തുടക്കകാലം മുതലേ നമുക്ക് കമ്പനി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ എലമെൻ്റാണ് അതൊരു ബോക്സ് ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് വാഗനറിനെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വെറൈറ്റി ഡിസൈനിലുള്ള ഗ്രില്ലാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു ക്രോമിയം ഫിനിഷിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്രില്ല് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. നമ്മൾ ഇത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രോമിയം ഫിനിഷിങ്. നടുഭാഗത്തായിട്ട് സുസുക്കി ഒരു ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഭാഗത്തായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള പോർഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വെറൈറ്റി ഡിസൈനിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ DRL നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഹെഡ് ലാമ്പ്, പിന്നെ ഒരു പാർക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിന് താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് ഒരു എയർ വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് വെർട്ടിക്കൽ ലൈൻസിലുള്ള ഒരു എയർ വെൻറ്റും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റിൽ തന്നെയാണ് ഈ ഒരു വണ്ടി കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാവരുടെയും ഒരു ഇഷ്ടവാഹനമായിട്ട് വാഗനർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ 165/70 R40 എന്ന് പറഞ്ഞ ടയർ പ്രൊഫൈലാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു 14 ഇഞ്ചിൻ്റെ ഒരു നോർമൽ ടൈപ്പ്, ഇതിൽ അലോയ്സ് വന്നിട്ടില്ല, നോർമൽ ടൈപ്പ് വീലാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് വീൽ കപ്പാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അലോയ്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പക്ഷേ ഇതിൽ അലോയ്സ് വരുന്നില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇതിൽ അലോയ്സ് വരാത്തത്. പിന്നെ നമുക്ക് സൈഡിലെ മിററിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻബിൽറ്റ് ആയിട്ടുള്ള സൈഡ് മിററാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സൈഡ് മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഇലക്ട്രിക്കലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് മിററാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ നമുക്ക് ബോഡി കളറിലുള്ള ഡോർ ഹാൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ റിക്വസ്റ്റ് സെൻസർ ഒന്നും വന്നിട്ടില്ല, നോർമൽ ടൈപ്പ് കീ ഹോളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വാഗനറിൽ പൊതുവേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടി തന്നെയാണ് വാഗനർ, പൊതുവേ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു നോർമൽ ആൻറ്റിനാണ് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നിരിക്കുന്നത്, ഒരു ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ B പില്ലറും C പില്ലറൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ വണ്ടികളിലും കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു എന്താ പറയുക, ഒരു ഒഴുക്ക് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ബാക്കിലെ ഒരു പില്ലർ ഒരു ഒഴുക്കിനടുത്ത് പോകുന്ന രീതിയിലുള്ള ഒരു പില്ലറാണ് ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അകന്ന് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിൽ വന്നിട്ട് അതിങ്ങനെ ഒഴുകി പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ടൈൽ ലാംപ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വോൾവോ കാറുകളൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ടൈൽ ലാമ്പ് വന്നിരിക്കുന്നത്. ടൈൽ ലാംപ്സിൽ നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കുറച്ച് നീളം കൂടിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബാക്കിലെ ടൈൽ ലാമ്പിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല റിഫ്ലക്റ്റേഴ്സൊക്കെ സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള റിഫ്ലക്റ്റേഴ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കിലെ വണ്ടികൾക്ക് കാഴ്ച നൽകുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് വാഷർ വൈപ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്ത് കാണുന്ന ഈ ഒരു സ്പോയിലർ ആക്ച്വലി ഇത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്, ഇത് ഇൻബിൽറ്റ് അല്ല. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്രോമും അതുപോലെ തന്നെ ഈ ഒരു ക്രോമൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആണ്. ഇതിലൊക്കെ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയും നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ റിവേഴ്സ് സെൻസറുകൾ വരുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് രണ്ട് റിഫ്ലക്റ്റേഴ്സ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ എലമെൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കൂടുതൽ ഡിസൈൻ എലമെൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. ഒരു നോർമൽ സാധാരണക്കാരന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് വാഗനറിനെ കാണാൻ സാധിക്കുന്നത്.
ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബേ. നല്ല വൃത്തിയായിട്ട് തന്നെ എഞ്ചിൻ ബേ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊരു 4 സിലിണ്ടർ വണ്ടിയാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ വണ്ടിയുടെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ എഞ്ചിൻ ബേ ആണ് ഈ കാണുന്നത്. ചെറിയൊരു സ്പേസ് ഇതിൽ കാണാം, ഫ്രീ സ്പേസ് കാണാനുണ്ട്. പക്ഷേ എന്നാൽ പോലും വളരെ വൃത്തിയായിട്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ, എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പോർഷനിൽ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബേനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇതിലൊരു പാർസൽ ട്രേ വന്നിരിക്കുന്നുണ്ട്. താഴ്വശത്തായിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ കറക്റ്റ് ഒരു സ്ക്വയറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് ലഗേജസ്, അതായത് നമുക്ക് എന്താ പറയുക, ട്രോളുകളും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ബാഗേജ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൽ പാക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് താഴ്വശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പെയർ ടയർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 14 ഇഞ്ചസാണ് നമുക്ക് ശരിക്കുള്ള ടയർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് 165/70 R40 എന്ന് പറഞ്ഞ പ്രൊഫൈലാണ് നമുക്ക് സ്പെയർ ടയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വാഗനറിൻ്റെ കീ വന്നിരിക്കുന്നത്. ഇതിൽ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണ നോർമൽ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന മാരുതിയുടെ ടിപ്പിക്കലായിട്ടുള്ള ഒരു മാരുതി താക്കോളിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഒന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡോറിൽ ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കുറേ ഒരു ഓപ്ഷൻസ്, കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 22,000 രൂപ 23,000 വരെ അടുത്താണ് നമുക്ക് കംപ്ലീറ്റ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ബോഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബോഡി അത്യാവശ്യം നല്ല സ്ട്രോങ് ആട്ടോ. നമ്മുടെ സ്വിഫ്റ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോറൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഡോറൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോറാണ്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെയുള്ള ഡോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ബൂട്ട്സ്, നമ്മുടെ ഡിക്കി ആണെങ്കിലും ഡോറാണെങ്കിലും തന്നെ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം ഹൈഡ്രോളിക് ആയിട്ട് പോലും നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആണ്. സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് നോക്കാം. ഡ്രൈവർ സൈഡ് ഡോർ പാഡ് നോക്കുന്ന സമയത്ത് നമുക്കിതിൽ ഒരു സിംഗിൾ ടോണാണ് കാണാൻ സാധിക്കുന്നത്. ഡോർ പാഡ് നമുക്കിതിൽ ഡോർ ഓപ്പണർ വന്നിരിക്കുന്നു. സിൽവർ ഫിനിഷിങ്ങിലുള്ള ഒരു ഡോർ ഓപ്പണർ വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോബ് വന്നിരിക്കുന്നു. മിറർ ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ വന്നിരിക്കുന്നു. പിന്നെ പവർ വിൻഡോസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടച്ചിൽ ഡൗണോ സിംഗിൾ ടച്ചിൽ അപ്പും ചെയ്യാൻ പറ്റുന്ന പവർ വിൻഡോസ് ആണ്. പിന്നെ നമുക്ക് പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ്, എല്ലാ ഡോറുകളും തന്നെ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു കോയിൻ ട്രേ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫയൽ ഹോൾഡർ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ഡോറിൽ തന്നെ സ്പീക്കേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇനി ഡ്രൈവർ സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു ഡ്യുവൽ ടോണിലുള്ള ഡ്രൈവർ സീറ്റാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കുഷനൊക്കെ ഉണ്ട്, നല്ല അടിപൊളി കുഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഇൻബിൽട്ടാണ് ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവറുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നില്ല. ഇത് നമുക്ക് ബാക്കിലേക്ക് പുഷ് ബാക്ക് ചെയ്യാനുള്ള ഒരു നോബ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷിംഗും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല്. നല്ല ചെറിയ ഒതുങ്ങിയിട്ടുള്ള ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് താഴ്വശത്തായിട്ട് നമ്മുടെ ഫോണൊക്കെ ഓപ്പറേറ്റ് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഫോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. വോയിസ് റെക്കഗ്നൈസേഷനുള്ള കാര്യങ്ങൾ കൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ എയർ ബാഗ് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സുസുക്കിയുടെ ഒരു ലോഗോയും കൂടെ കൊടുത്തിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയായിട്ട് കൂടി നല്ല രസമായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവറുടെ വലതുവശത്തായിട്ട് നമുക്ക് ഹെഡ് ലാംപ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പർ വാഷറൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനും റീച്ച് ചെയ്യാനും പറ്റുമോ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റീച്ചില്ല, നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈവറുടെ വലതുവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു AC വെൻ്റ് കാണാൻ സാധിക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള AC വെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡ്യുവൽ ടോണാണ് നമുക്ക് ഇതിൻ്റെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കുന്നത്. ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ് ലാമ്പ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള
നമ്മുടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. പിന്നെ ഒരു 3 ഡമ്മി സ്വിച്ചുകളോട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഡമ്മി സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൽ ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കീ ഹോൾസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കീ ഹോൾ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇടതുവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു AC വെൻറ്റ് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു AC വെൻറ്റിനാണെങ്കിലും നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു രസമായിട്ടുള്ള ഒരു നല്ല ഡിസൈൻ എലമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് നല്ല രസമായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ്സ് തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്റർ ക്ലസ്റ്റർ എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് നമുക്ക് താക്കോലിട്ടൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓണാക്കി ഇങ്ങനെയാണ് നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ ഓണായി വരുന്നത്. ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ടാണ് നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ ഓണായി വരുന്നത്. ഒരു ഓറഞ്ച് ഡിസൈൻ എലമെൻറ്റിലാണ് നമുക്ക് ഒരു മീറ്റർ ക്ലസ്റ്റർ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻസ്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ തന്നെ എത്രയാണ് ആവറേജ് ഫ്യൂൽ ഉള്ളത്, പിന്നെ നമ്മുടെ വാണിംഗ് ഇൻഡിക്കേഷൻസ്, പിന്നെ നടുഭാഗത്തായിട്ടാണ് നമുക്ക് സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സായിട്ട് നമ്മുടെ സ്പീഡോമീറ്റർ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ RPM നമുക്ക് ഈ ചെറിയൊരു ഡിജിറ്റലായിട്ടാണ് ഇവിടെ RPM ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഫ്യൂവലും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഒരു ഇതിലാണ് നമുക്ക് ഫ്യൂവലിൻ്റെ കൺസെപ്റ്റ് ഇത് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നോബ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് മീറ്റർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു നോർമൽ ടൈപ്പ് മീറ്റർ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. വലിയ ഇതൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും കാണാനൊരു ഭംഗിൻ്റെ ഒരു സ്പോർട്ടി ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ കൺസോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് നല്ല വീതി കൂടിയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഒരു സെൻട്രലായിട്ട് ചെറിയൊരു റഫ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വീതി കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 10 ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റം കാണാൻ സാധിക്കുന്നത്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസും ഓഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനൊക്കെ പറ്റും. ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടച്ച് സ്ക്രീൻ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഉള്ളിലാണ്, എലമെൻസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ടച്ച് സ്ക്രീൻ കാണാൻ സാധിക്കുന്നത്. താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ AC കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് ആക്ച്വലി ഇതൊരു മാനുവലായിട്ടാണ് ചെയ്യേണ്ടത്. ഇതിൽ ഓട്ടോയ്സ് ഒന്നും വന്നിട്ടില്ല. മാനുവലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള AC ആണ് വന്നിരിക്കുന്നത്. അതിന് താഴ്വശത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സൗകര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ USB ഓക്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചെറുതായ ഒരു രീതിയിൽ നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഗിയർ ലിവർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലിങ്ങനെയാണ് വരുന്നത്. മുകളിലേക്ക് റിവേഴ്സ്, അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ ന്യൂട്രൽ, പിന്നെ ഡ്രൈവ്, പിന്നെ മാനുവൽ ഡ്രൈവ്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴ്വശത്തേക്ക് വരുന്ന സമയം അത് കുറച്ച് കയറിയിട്ട് നിൽക്കുന്ന രീതിയിലാട്ടോ. ഇതിപ്പോൾ നമുക്ക് ഡ്രൈവറൊക്കെ കുറച്ച് കയറി ഇപ്പോൾ നമ്മൾ ഐട്ടണിലൊക്കെ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഗിയർ പൊസിഷനാണ്, അത് ഗിയർ ലിവറിൻ്റെ പൊസിഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് കയറിയിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയർ പൊസിഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴ്വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് ഇവിടെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, ഇതിൽ ലിവറിൻ്റെ ടിപ്പിൽ നമുക്ക് സിൽവർ ഫിനിഷിങ്ങുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര മോശം എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു വണ്ടിക്ക് ആക്ച്വലി ഒരു 7.5 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ വണ്ടിക്ക് വരുന്നത്, വില വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു 7.5 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് വണ്ടി നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് ഇത് കുറേ കാലം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് മടുക്കാത്ത രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ കാലം ഉപയോഗിച്ചാലും നമുക്ക് ഈ വണ്ടി മടുക്കില്ല. ആ രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയൊരു ബ്ലാക്ക് ബീച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എയർ ബാഗ്, കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് എയർ ബാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്, നോർമൽ ടൈപ്പ് ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്പേസിലെ ഗ്ലൗ ബോക്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡ്രൈവർ സൈഡിൽ നോക്കുന്ന സമയത്ത് സ്പീക്കർ, പിന്നെ നമ്മൾ ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ, പിന്നെ ഫയൽസ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ, പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, ഒരു ചെറിയ കോയിൻഡർ, പിന്നെ നമുക്ക് ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ലിവറും കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല രസമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ പില്ലേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഏരിയയൊക്കെ നല്ല കളറൊക്കെ ചെയ്ത് നല്ല രസമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കങ്ങനെ വലിയൊരു മോശം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ്സ് ഒന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിനേക്കാളും നല്ല ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വാഗനറിനാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഹോൾഡർ കാണാൻ സാധിക്കുന്നുണ്ട്. സൺവൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. പിന്നെ നടുഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ലൈറ്റ്സ്, ക്യാബിൻ ലൈറ്റോട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലാണ് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്ക് വരുന്നത്. പിന്നെ നോർമൽ ടൈപ്പ് ഒരു ബാക്ക് വ്യൂ മിറർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോ ഡ്രൈവർ സൈഡിലുള്ള ഇതിൽ വാനിറ്റി മിറർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഡോറിലും തന്നെ നമുക്ക് 3 ഡോറിലും തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഫിക്സ്ഡ് ആണ്. ഇത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. മറ്റേത് സ്പ്രിംഗ് ടൈപ്പാണ് വരാറ്, സ്പ്രിംഗ് ലോഡാണ് വരാറ്. ഇതിപ്പോൾ നോർമൽ ടൈപ്പാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ പോർഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിലെ റോ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകുന്ന സമയത്ത്
ബാക്കിലത്തെ ഡോറിൽ നമുക്ക് നോക്കാം. ബാക്കിലെ ഡോറിൽ നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ, പിന്നെ ചെറിയ സ്പേസ്, പിന്നെ ഒരു കോയിൻ ട്രേ, പിന്നെ നമ്മുടെ പവർ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വന്നിരിക്കുന്നു, പിന്നെ ഡോർ ഓപ്പണർ, സ്പീക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് ആണെങ്കിലും ആ ഒരു ഡ്യുവൽ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല വീതി കൂടിയുള്ള ഒരു സ്പേസ്, 3 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. പക്ഷേ ബാക്കിലെ സീറ്റിനാണെങ്കിലും ഹെഡ് റെസ്റ്റ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻബിൽട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ കയറിയിരുന്നപ്പോൾ നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് കയറിയിരുന്നത്. എന്നിട്ട് പോലെ എനിക്ക് ബാക്കിൽ നല്ല തൈ സപ്പോർട്ടും നല്ല ലെഗ് സ്പേസും കിട്ടുന്നുണ്ട്. ഒരു 3 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഫ്രണ്ടിലെ കോ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ നമുക്കൊരു ഫയൽ ട്രേ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ഹെഡ് റെസ്റ്റ്, അതായത് നമുക്ക് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഹെഡിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. നമുക്ക് ചില വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് തലമുട്ടോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇതിൽ നല്ല രീതിയിലുള്ള റൂഫുണ്ട്. റൂഫിൻ്റെ ഹൈറ്റ് നല്ല കൂടുതലാണ്, നല്ല കൂടുതലായിട്ടുള്ള റൂഫ് ഹൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ടെക്നോളജി പരമായിട്ടുള്ള കുറച്ച് കുറവ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ വണ്ടി ഭയങ്കര രസമാണ്. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എല്ലാ സീറ്റിലും നമുക്ക് സീറ്റ് ബെൽറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. IOS ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് ഒരു 60/40 മടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് 60/40 മടക്കാവുന്നതാണ് ഒരു സീറ്റുകളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാഗണർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക് പിടിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഈ വാഗണറിൽ കുറച്ച് ഗിയർ ബോക്സ് കുറച്ച് രസമാണ് കാണാനായിട്ട്. കാരണം ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ ഇട്ടാൽ മാത്രമാണ് ഗിയർ വീഴുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടിയും സുഖമാണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇതിലിപ്പോൾ നമുക്ക് മുകൾ വശത്തായിട്ട് റിവേഴ്സ് വന്നിരിക്കുന്നു. റിവേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ റിവേഴ്സ് ക്യാമറ ഇതിൽ ഫംഗ്ഷൻ ചെയ്യും. ഇതിൽ നമുക്ക് നോർമൽ ടൈപ്പ് ഇതാണ് വരുന്നത്. നമുക്ക് അഡാപ്റ്റീവ് ലൈൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമൽ ടൈപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ന്യൂട്രായി നമുക്ക് ഇതിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് മോഡ് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡിലേക്കായി. പിന്നെ അതിൻ്റെ താഴത്ത് സൈഡിലേക്ക് തട്ടുമ്പോൾ നമുക്ക് മാനുവൽ ഗിയർ ബോക്സിലേക്കായി. അതായത് നമുക്ക് പ്ലസ് മൈനസ് ചെയ്ത് വണ്ടി ഓടിക്കാനും ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോർമൽ ഡ്രൈവിലിട്ടിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ഡ്രൈവിലിട്ടിട്ട് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു 81 PS പവർ, അതുപോലെ തന്നെ 113 Nm ടോർക്കാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. 81 PS പവർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറായി. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് സ്വിഫ്റ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു കാറ്റഗറി, അതായത് നോർമൽ കാറ്റഗറി ആയിട്ട് വരുന്ന ഒരു വണ്ടികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പവർ തന്നെയാണ് 81 PS പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 113 Nm ടോർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ഓട്ടോമാറ്റിക് ഗിയറാണ്. നമ്മുടെ IMT എന്ന് പറഞ്ഞാൽ മാരുതിയുടെ തന്നെ AGS എന്ന് പറഞ്ഞ ഒരു ഗിയർ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഒന്ന് കറക്റ്റായിട്ട് പറയാം. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഗ് എന്ന് പറയാനായിട്ട് അത്ര വലിയ ലാഗൊന്നും പറയാനായിട്ടില്ല. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ലാഗ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 3rd ഗിയറിലാണ് പോകുന്നത്. വണ്ടി ഗിയർ ഷിഫ്റ്റ് ആവുന്ന സമയത്താണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു കുത്തി വരുന്ന, അതായത് കുത്തി ഗിയർ മാറുന്ന ഒരു രീതിയിലുള്ള ഒരു കംപ്ലൈൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ രസമായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് ചെറിയൊരു ലാഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലാഗാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ 1 ലിറ്റർ വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഓടിച്ചിട്ടുണ്ട് 1 ലിറ്റർ വണ്ടി. അതിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒരു സുഖമുണ്ട് വണ്ടി ഓടിക്കാണ്ട്. 1.2 ലിറ്ററിൽ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി സുഖമുണ്ട്. നമുക്ക് വാഗണറിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റിംഗ് പൊസിഷനാണ് വാഗണറിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഗണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഈ ഒരു ഗിയർ എന്ന് പറയുക, ഒരു സീറ്റിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഹൈറ്റുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയുടെ എൻ്റയർ ഫ്രണ്ടേജ് കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ത്രീകൾക്കൊക്കെയാണ് ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെടുക. ഒരു ബോക്സ് ടൈപ്പ് വണ്ടിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ട്രാഫിക്കിലാണെങ്കിലൊക്കെ കുറച്ചുകൂടി സുഖമായിട്ട് നമുക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. നമ്മളിപ്പോൾ ഒരു ചെറിയ കാറ്റാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കയറ്റി നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത്, ഗിയറിൻ്റെ ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വളരെ സൗണ്ടൊന്നും ഇല്ല. നമുക്ക് എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും, ഷിഫ്റ്റ് ചെയ്യുന്ന സൗണ്ടൊന്നും നമുക്ക് ഉള്ളിലേക്ക് കേൾക്കാനില്ല. വണ്ടി വളരെ രസമായിട്ട് തന്നെ വണ്ടി വലിച്ച് കയറി. വേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയില്ല. വളരെ സുഖമായിട്ട് തന്നെ വണ്ടി വലിച്ച് കയറിയിട്ടുണ്ട്. വളരെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. ആ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ആ ഒരു ലാഗായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ രസമായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വണ്ടി ടേണിംഗ് റേഡിയസ് ഒക്കെ ആണെങ്കിലും നല്ല രസമായിട്ടുള്ള ടേണിംഗ് റേഡിയസ് ആണ്.
ഇതിൽ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ലെങ്ത്ത് കുറച്ച് കൂടുതലാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. കാരണം പഴയ വാഗണറിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് ഈ ഒരു വാഗണറിന്. അപ്പോൾ ഇതിൻ്റെ ഒരു സി പില്ലറിൻ്റെ ബാക്കിലേക്കുള്ള ഒരു പോർഷൻ ഉണ്ട്, ഒരു ഫ്ലോട്ടിങ് പോലെ അവർ ചെയ്തിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനിലേക്കുള്ള മിററിൽ നമ്മൾ ഈ മിററിൽ നോക്കുന്ന സമയത്ത് ബാക്കിൽ ആ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യത. നമുക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇത് കാണാനില്ല. നമുക്ക് നല്ലൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന നല്ല സൗണ്ട് സിസ്റ്റം നമുക്കിതിൽ വന്നിരിക്കുന്നുണ്ട്. ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ മൈലേജും കാര്യങ്ങളും എന്താ പറയുക ഒരു മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്റ്റിയറിങ് കുറച്ചൊരു ടൈറ്റ് ഉണ്ട്, അത്ര ഫ്രീ അല്ല, ചെറിയൊരു ടൈറ്റ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പം ഇല്ല എന്ന് പറയാം. എന്താ പറയുക ചെറിയ രീതിയിലുള്ള ടൈറ്റ് നമുക്കിതിലുണ്ട്. പക്ഷെ നമ്മൾ തിയാഗോ ഓടിക്കുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല സ്മൂത്താണ് അതിൻ്റെ സ്റ്റിയറിങ്. തിയാഗോ അതുപോലെ തന്നെ നമ്മുടെ സാൻഡ്രൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല സ്മൂത്താണ് സ്റ്റിയറിംഗ് വീല്. നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവർക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കാല് കൊടുത്ത് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു കയറ്റത്തേക്ക് വീണ്ടും ഒരു കയറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു കയറ്റത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് കാല് കൊടുക്കുകയാണ്. വണ്ടി എങ്ങനെയാണ് വണ്ടി വളരെ രസമായിട്ട് തന്നെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്, നമുക്ക് അറിയണമെന്നില്ല. നല്ല സുഖമായിട്ട് തന്നെ ഷിഫ്റ്റ് മാറുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ചൊരു ലാഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത് വാഗണർ ഓടിക്കുമ്പോൾ. നമുക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ രസമായിട്ട് തന്നെ വണ്ടി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൽ ABS-ഉം EBD ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ABS-ന്റെ പ്രവർത്തനം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമുള്ള പ്രവർത്തനമല്ല. പക്ഷേ ABS ഉണ്ട്, നമുക്ക് കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ABS-ന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഹൈ ക്വാളിറ്റി ABS-ന്റെ ഫംഗ്ഷനൊന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ AC നല്ല കൂൾഡാട്ടോ, നല്ല ചിൽഡാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ചിൽഡായിട്ടുള്ള AC ആണ്. പെട്ടെന്ന് തന്നെ തണുത്തു, ക്യാബിൻ റൂമൊക്കെ പെട്ടെന്ന് തന്നെ തണുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷോക്ക് അബ്സർ ഹാർഡ് എന്ന് പറയേണ്ടി വരും, സോഫ്റ്റ് അല്ല, ശരിക്ക് ഹാർഡ് ടൈപ്പ് ഷോക്ക് അബ്സറാണ് നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോർമൽ റോഡിലൊന്നും വലിയ പ്രശ്നമില്ല. നമ്മുടെ റോഡ് നമുക്ക് അറിയാലോ, കംപ്ലീറ്റ് കുണ്ടും കൂടി ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. പക്ഷേ നോർമൽ നല്ല റബ്ബറൈസർ റോഡിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ചെറിയ രീതിയിലുള്ള ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് നമുക്ക് വണ്ടിക്ക്. പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷോക്ക് അപ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഓടിക്കുമ്പോഴാണെങ്കിലും ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പവറും ടോർക്കും നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സേഫ്റ്റി കാര്യം പറയുമ്പോൾ 2 എയർ ബാഗ് ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മെയിനായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് നമ്മുടെ മാരുതിയുടെ സേഫ്റ്റിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്. കാരണം ഈ ഒരു വണ്ടിക്ക് 2 സ്റ്റാർ റേറ്റിംഗ് ആണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തിയാഗോ ഉണ്ട്. പക്ഷേ തിയാഗോക്കൊന്നും ഇത്ര ഹെഡ് റൂമും അതുപോലെ തന്നെ ഇത്ര ലെഗ് റൂമും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. തിയാഗൊക്കെ ആയിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്യേണ്ടത്. ആ ഒരു പ്രൈസ് റേഞ്ചാണ് നമുക്ക് വാഗണറിന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വാഗണർ ഇത്രയധികം സെയിൽസിൽ മുന്നിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് നമുക്ക്, പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കംഫർട്ട്, അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ഫാമിലിക്ക് കറക്റ്റ് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ഡ്യുവൽ ടോണൊക്കെ കൊടുത്ത് നല്ല ഡ്രസ്സാക്കിയിട്ട് ആര് കണ്ടാലും ഒരു റിച്ച് ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇതിന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലേക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ ചെറിയ ലോ മെയിൻ്റനൻസ്, അതാണ് മാരുതിനെ അവർ പിടിച്ചു നിർത്തുന്നത്. പിന്നെ എനിക്ക് സ്വിഫ്റ്റൊക്കെ ആയിട്ട് ഈ വണ്ടി കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോറുകളും അതുപോലെ തന്നെ ബോണറ്റ്, അതുപോലെ തന്നെ ബാക്കിലെ പോർഷനൊക്കെ ബോട്ട് സ്പേസിൻ്റെ പോർഷനൊക്കെ ആണെങ്കിലും നല്ല വെയിറ്റ് ഫീൽ ചെയ്തു, നല്ല കുറച്ചും കൂടിയും സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്വിഫ്റ്റൊക്കെ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് അപ്പം തന്നെ കൈ താഴത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് പറയേണ്ടി വരും. അത്രയ്ക്ക് നല്ല ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാനുണ്ട്. നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് കാല് കൊടുത്തിട്ട് സ്പീഡ് എങ്ങനെയുണ്ട് നോക്കാം, വണ്ടി കയറുന്ന നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് എടുക്കാം.
ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ ഇതൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് വണ്ടി റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വിട്ടു. ഇപ്പോൾ വണ്ടി ന്യൂട്രലായി. ഫസ്റ്റ് വണ്ടിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. വണ്ടി വേറെ ആരും ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുക്കുകയാണ് കാല് കൊടുത്തിട്ട്. സെക്കൻഡ് ഗിയർ 40 കിലോമീറ്റർ സ്പീഡിൽ സെക്കൻഡ് ഗിയറിലേക്ക് മാറി, 60 കിലോമീറ്റർ സ്പീഡിൽ തേർഡ് ഗിയറിലേക്ക് മാറി. ഫോർത്ത് ഗിയർ എന്ന് പറയുമ്പോൾ ഏകദേശം 85-90 നമുക്ക് ഫോർത്ത് ഗിയർ വരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ഗിയറിൽ നമുക്കൊരു 120 ഒക്കെ സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ റോഡിൽ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിത് ഓടിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി, നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്കൊരു ഫിഫ്ത്ത് ഗിയറിൽ 120 സുഖമായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ടില്ല കേട്ടോ. ഗിയറൊക്കെ ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അതായത് കുത്തി നിൽക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ വണ്ടി വളരെ കംഫർട്ടായിട്ട് ഒരു ഫാമിലി യൂസിനാണെങ്കിലും വളരെ കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെ കേട്ടോ വാഗനർ. നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാനായിട്ടും എന്താ പറയുക കൊണ്ട് നടക്കാനായിട്ടാണെങ്കിലും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരു ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങൾ മാറി നിൽക്കുക വണ്ടി തിരിക്കുന്ന സമയത്താണെങ്കിലും റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരൊറ്റ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ ബാക്കിലെ ആ ഒരു ഏരിയ നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് ഒരു വിസിബിലിറ്റിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നം. വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത്. ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഇപ്പോൾ ഓവർടേക്കിങ് ഇപ്പോൾ പറ്റും നോക്കി നോക്കാം. ജസ്റ്റ് നമ്മൾ അധികം എഫേർട്ട് ഒന്നും എടുക്കണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് കാണിച്ചാൽ എങ്ങനെ വണ്ടി പ്രതികരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി കയറി പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. ഇതിൽ 1.2 ലിറ്ററിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ ശരിക്കും കാണാനുണ്ട്. ആ ഒരു എഞ്ചിൻ 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ശരിക്കും നമുക്കിതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. വണ്ടി അങ്ങനെ മോശമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി വണ്ടിയാണ്. ഒരു ഫാമിലിക്കാർക്ക് എന്തുകൊണ്ടും യോജിച്ചൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പെർഫോമൻസുള്ള വണ്ടി ഉണ്ടാവാൻ സാധ്യത. അതൊരു ഓട്ടോമാറ്റിക്കല് ഇത്രയും മൈലേജും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൈലേജും ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇത്രയും പെർഫോമൻസുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വാഗനറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വാഗനർ 1.2 ലിറ്റർ നല്ല പെർഫോമൻസ് ആണ്. 1 ലിറ്റർ എനിക്ക് അധികം താല്പര്യമില്ല. 1.2 ലിറ്റർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വാഗനർ എടുക്കുന്ന സമയത്ത്. വാഗനർ 1.2 ലിറ്ററിനാണ് നല്ല പെർഫോമൻസ് ഉള്ളത്. പിന്നെ വാഗനറിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സേഫ്റ്റിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ വാഗനർ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടി ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് പെർഫോമൻസ് വേണം, മൈലേജ് വേണം, പിന്നെ നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല മികച്ചൊരു വണ്ടിയാണ് നമ്മുടെ വാഗനർ. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് എന്താ പറയുക ഒരു ഫാമിലി ആയിട്ട് പോകുന്നൊരു വണ്ടി ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ, കുറച്ച് സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ടും മികച്ചൊരു വണ്ടിയാണ് വാഗനർ. നമ്മൾ ഓടിക്കുമ്പോൾ അത് ഒരു എന്താ പറയുക ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് യാതൊരു വിധത്തിലും മടുപ്പില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് വാഗനർ. നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ ഓടിക്കുന്ന പോലെയല്ല. ഇനി നമുക്ക് ഇതിൻ്റെ കയറ്റത്തിൽ നമ്മൾ ഓടിച്ചു, യാതൊരു വിധത്തിലുള്ള മിസ്സിങ് നമുക്ക് കിട്ടിയില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി, എന്നിട്ട് പോലും നമുക്കങ്ങനെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. നല്ല മികച്ചൊരു വണ്ടി തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. നമ്മൾ ഒരുപാട് എഫേർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനോ അതുപോലെ തന്നെ ലൈക്കും സപ്പോർട്ടൊക്കെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.